മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം കവിക്കുള്ള ശാശ്വത പരിഹാരമെന്ന് ഡോക്ടർ എം ലീലാവതി. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ ഇടശ്ശേരി സ്മൃതിശേഖരം നവരത്നങ്ങളുള്ള ഒരു ശാശ്വത സ്മാരകം തന്നെയാണെന്ന് സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെട്ടു. ഇടശ്ശേരി സ്മൃതിശേഖരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലീലാവതി. ദൃശ്യം എന്ന രത്നങ്ങൾക്കൊപ്പം ശ്രവ്യമെന്ന പവിഴം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതിനെ നവ്യമെന്ന് തന്നെ വിശേഷിപ്പിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കാൽപ്പനികതയ്ക്കൊപ്പം റിയലിസത്തിന്റെ സങ്കലനം കൂടി ഉള്ളതിനാലാണ് ഇടശ്ശേരി കൃതികൾ പുതുതലമുറയ്ക്കും അനുഭവേദ്യമാകുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ KP നൌഷാദ് അലി MLA പറഞ്ഞു. ഇടശ്ശേരി സ്മാരക സമിതി പ്രസിഡന്റ് പ്രൊഫസർ KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KP മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ K മുരളീധരൻ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CB സുധ, വാർഡ് കൗൺസിലർ TK അഷ്റഫ്, മുൻ MP C ഹരിദാസ്, ഡോക്ടർ E ദിവാകരൻ, KU കൃഷ്ണകുമാർ, ഭാസ്കർദാസ് എന്നിവർ സംസാരിച്ചു. E ജയകൃഷ്ണൻ, P ബിന്ദു, അരുണിമ എന്നിവർ ഇടശ്ശേരിയുടെ കവിതകൾ ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജിസൽ P ജോസ് സ്വാഗതവും TV ശൂലപാണി നന്ദിയും പറഞ്ഞു. ചരിത്രത്തിന്റെ ശേഷിപ്പിന്റെ ഒക്കെ ഒരു പുനരാവർത്തനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു ചുവടുവെപ്പാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞ ഒരു ശബ്ദവിന്യാസങ്ങളോടുകൂടി ആ കാലഘട്ടത്തെ, കഥാപാത്രത്തെ, സന്ദർഭങ്ങളെയൊക്കെ പുനരാവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഞാനതിന്റെ മുന്നണിയിൽ ഉണ്ടാകും എന്ന് ആദ്യമായിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ഞാൻ എൻ്റെ ഒരു ധാരണയിലുള്ള ഒരു കവിതാ ലോകം അത് ഒന്ന് ചെറുതായിട്ട് 2 വാക്കുകളിൽ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. ഇവിടെ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രഗത്ഭമതികളുണ്ട്. ഈ കവിത അതിൻ്റെ ഒരു ആദ്യ കാലഘട്ടം അതൊരു മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളൊക്കെ ആയിരുന്ന കാലത്ത് അതിൽ അധികാരത്തിന്റെ കടുത്ത ഒരു പ്രയോഗവൽക്കരണമോ അല്ലെങ്കിൽ അതിനെ ഘോഷിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെ ആയിരുന്നു അതൊക്കെ പുരോഗമിച്ചിരുന്നത്. അതിലെ പൗരനില്ലായിരുന്നു, പ്രജ മാത്രമായിരുന്നു. നാടുവാഴ്ത്തത്തിന്റെയൊക്കെ വലിയ സൂചകങ്ങളെ മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ നിയതമായ നിയമങ്ങളൊക്കെ ഉള്ള ഒന്നായിരുന്നു അത് പിന്നീട് ഒരു കാൽപ്പനികതയിലേക്ക് വരുമ്പോൾ അതിലാശാനും ചെങ്ങമ്പുഴയിൽ കടങ്ങുന്ന ഒരു കാൽപ്പനിക ലോകം, അതാണ് നമ്മളെ പ്രണയപൂർവം, രാഗാർദ്രമായി, മനോഹരമായി, മിഥ്യാസങ്കല്പങ്ങളല്ല എന്ന ഒരു തിരിച്ചറിവോടും കൂടി നമ്മളെ സ്വപ്നങ്ങളിൽ മുഴുകാൻ അതായിരുന്നു പ്രേരിപ്പിച്ചത്. കവിത ജനകീയമായത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇടശ്ശേരിയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു കുമാരനാശാന്റെ ഒരു പിന്തുടർച്ച എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ചെങ്ങമ്പുഴ വർണ്ണിച്ച് ആ മാലിന്യ വിതറിയ സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് പിടിച്ചു കെട്ടിയ ഒരു റിയലിസം, അതാണ് ഇടശ്ശേരി എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാചകൻ, ആരാധകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു, അത് സൂചിപ്പിക്കുന്നു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.